പകർച്ചവ്യാധികളും രോഗങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ നമ്മുടെ കേരളത്തിലെ ഈ ഒരു സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ വലിയ മാറ്റം ഒന്ന് കണ്ടു നോക്കിയേ. ഒരുപക്ഷെ ഈ ഒരു സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു മാലിന്യ കൂമ്പാരം ഇങ്ങനൊരു ഫുട്ബോൾ സ്റ്റേഡിയമായി മാറില്ലായിരുന്നു. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രധാന ഡംപിംഗ് യാർഡായിരുന്നു ലാലൂർ. പതിറ്റാണ്ടുകൾക്ക് മുന്നേ തുടങ്ങിയ ഈ ഒരു പ്രക്രിയ കൃത്യമായി സംസ്കരിക്കാതിരിക്കുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രോഗാണുക്കളുടെയും ഈച്ചകളുടെയും പുഴുക്കളുടെയും വളർത്തു കേന്ദ്രമായി ഈ ഒരു പ്രദേശം മാറുന്നു. ഇവിടുത്തെ കിണറുകളിലെ കുടിവെള്ളം പോലും ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശം നൽകുന്നു. ഏതാണ്ട് 60 വർഷത്തോളം ജനങ്ങൾ അനുഭവിച്ചു വന്ന ഈ ഒരു ബുദ്ധിമുട്ടിനെ ഇന്നിപ്പോൾ സർക്കാർ ഒരു വേൾഡ് ക്ലാസ് സ്റ്റേഡിയമാക്കി മാറ്റിയിരിക്കുകയാണ്. അതും ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനം IM വിജയന്റെ പേരിൽ. 2016-17 കാലഘട്ടത്തിലാണ് ഈ ഒരു ആശയം അവതരിപ്പിക്കുന്നത്. 2019 തറക്കല്ലിടുകയും 2025 നവംബറോടുകൂടി ഫസ്റ്റ് ഫേസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 59 കോടി രൂപ ചെലവഴിച്ചാണ് 14 ഏക്കറിൽ ഈ ഒരു IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 5000 പേർക്ക് ഇരിക്കാവുന്ന ഇൻഡോർ സ്റ്റേഡിയവും ഫുട്ബോൾ കൂടാതെ ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ടെന്നീസ് തുടങ്ങിയ സ്പോർട്സുകളും ഇവിടെ കളിക്കാൻ സാധിക്കും. 5 കോടി രൂപ ചിലവഴിച്ചാണ് 60,000 ക്യൂബിക് മീറ്റർ വേസ്റ്റ് നീക്കം ചെയ്ത് ഇങ്ങനൊരു സ്പോർട്സ് കോംപ്ലക്സ് ഇവിടെ പണിതത്.